കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കേരളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ തട്ടിപ്പാണ് അരിയൂർ ബാങ്കിൽ നടന്നിട്ടുള്ളതെന്ന് CPIM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നിക്ഷേപകരെയും ഓഹരി ഉടമകളെയും മറ്റു ഇടപാടുകാരെയും വഞ്ചിച്ചുകൊണ്ട് ബാങ്കിൽ നടന്നിട്ടുള്ള ഭീമമായ തട്ടിപ്പിന് നേതൃത്വം നൽകിയവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും CPIM ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് നാളിതുവരെയും ബാങ്കിൽ ഭരണം നടത്തിവരുന്നത്. ദീർഘകാലം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് TA സിദ്ദിഖാണ് പ്രസിഡന്റായിരുന്നത്. ഈ കാലയളവിലാണ് ഏറ്റവും വലിയ പകൽക്കൊള്ള നടന്നിട്ടുള്ളതെന്നും ഇവർ ആരോപിക്കുന്നു. നിലവിൽ മണ്ഡലം ഭാരവാഹിയായ പാറശ്ശേരി ഹസനാണ് പ്രസിഡന്റ്. പാർട്ടി സമ്മേളനത്തിന് ശേഷം പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ മുമ്പാകെ നിരവധിയായ പരാതികളും സങ്കടങ്ങളും ആവലാതികളും ബോധിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഈ പാർട്ടി ഓഫീസിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് നാളിതുവരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൈകാര്യം ചെയ്യുന്ന അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സംസ്ഥാനം കണ്ട ഭീകരമായ തട്ടിപ്പും വഞ്ചനയും നേരിട്ട് മനസ്സിലാക്കിയിട്ട് പോലും ആ ബാങ്കിൻ്റെ നിക്ഷേപകരെയും ഇടപാടുകാരെയും വഞ്ചിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ബാങ്ക് ഭരണസമിതിക്കെതിരെ എന്തെങ്കിലും തരത്തിലൊരു പ്രസ്താവന നടത്താനോ അതിൻ്റെ മതിയായ രീതിയിലുള്ള അന്വേഷണം നടത്തി മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നതിനോ ലീഗിന്റെ നേതൃത്വം ഇടപെട്ടിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 10 മുതൽ 25 ലക്ഷം വരെ വായ്പയെടുത്ത വായ്പക്കാരുടെ ഭീമമായ കുടിശ്ശിക 71% നിലനിൽക്കുന്നു. നിക്ഷേപത്തിന്റെ സിംഹഭാഗവും ബിനാമി വായ്പകളായി ലീഗ് നേതാക്കളുടെ പക്കലാണ് കിട്ടാക്കടമായി നിൽക്കുന്നത്. നിലവിൽ നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടാത്ത സ്ഥിതിയും 1 ഗ്രാമിന് പോലും സ്വർണ്ണപ്പണയ വായ്പ ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട്. വായ്പക്കാർ എടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടി വായ്പാ തുകയിൽ കൃത്രിമം കാണിച്ച് തട്ടിയെടുത്തിട്ടുള്ളതുമാണ്. 5/11/2024 ബാങ്കിലെ ബാക്കി നിൽപ്പ് തുക കേവലം 13,500 രൂപ മാത്രമാണ്. ഈ സ്ഥിതി നിലനിൽക്കെ ഓഹരി ഉടമകളും സാധാരണക്കാരായ നിക്ഷേപകരെയും വഞ്ചിച്ചുകൊണ്ട് വൻകിട നിക്ഷേപകർക്ക് 41 കോടിയിൽ പരം രൂപ നിക്ഷേപങ്ങൾ തിരിച്ചു നൽകിയതായി രേഖകൾ തെളിയിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തിരിച്ചുപിടിക്കേണ്ട 1,60 ലക്ഷം രൂപയും ജീവനക്കാരിൽ നിന്നും തിരിച്ചുപിടിക്കേണ്ട 81 ലക്ഷം രൂപയും തിരിച്ചുപിടിച്ചിട്ടില്ല. വായ്പക്കാർക്ക് നിയമാനുസൃതം ലഭിക്കേണ്ട ഇളവുകൾ കമ്പ്യൂട്ടറിൽ കൃത്രിമം നടത്തി വെട്ടിപ്പ് നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെതിരെ സമഗ്ര അന്വേഷണം നടത്തി ക്രിമിനൽ നടപടി കൈക്കൊള്ളണമെന്നും CPIM ആവശ്യപ്പെട്ടു. 10 കോടിയിൽ പരം രൂപ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ അനധികൃതമായി നിയമിച്ച 10-ലധികം പേർക്ക് നിക്ഷേപത്തുകയിൽ നിന്നും ശമ്പളം നൽകിയതായി കണ്ടെത്തിയിട്ടുമുണ്ട്. വളരെ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യമാണ് ലീഗ് ഭരണസമിതി വരുത്തിവച്ചിട്ടുള്ളത്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന നേതാവും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവും ബാങ്ക് ജീവനക്കാരനുമായ ഗഫൂർ കോൽക്കളത്തിന് ക്രമരഹിതമായി വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പ്രമോഷൻ കൊടുക്കുകയും പിന്നീട് തരം താഴ്ത്തുകയും ചെയ്തതിനു പിന്നിലുള്ള നിഗൂഢതകൾ പുറത്തുകൊണ്ടുവരണം. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉൾപ്പെടെ 3 കോടിയിൽ പരം രൂപ ബാങ്കിൽ നിന്നും തിരിച്ചു കിട്ടാത്ത വിധം പ്രതിസന്ധിയിലാണ്. തന്മൂലം പഞ്ചായത്തിലെ പദ്ധതി പ്രവർത്തനങ്ങൾ, വികസനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ പ്രതിസന്ധിയിലാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയായ മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള മണ്ഡലം, ജില്ലാ, സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ കൂട്ടുപ്രതികളാണ്. നാളിതുവരെയായും മേൽവിഷയങ്ങളിൽ ഇടപെടാനോ പരിഹാരം കാണാനോ ഇവർ തയ്യാറായിട്ടില്ല. ബാങ്ക് ഭരണസമിതിയുടെ തട്ടിപ്പിന് ഇരയായവരെ സഹായിക്കുന്നതിനും നിയമസഹായം ഉൾപ്പെടെ നൽകുന്നതിനുമായി CPIM സഹായ സമിതി ഹെൽപ്പ് ഡെസ്കിന് രൂപം നൽകിയിട്ടുണ്ട്. ഡിസംബർ 18 10 മണിക്ക് ബാങ്ക് ഭരണസമിതിയുടെ തട്ടിപ്പിന് ഇരകളായവരെയും ആയിരക്കണക്കിന് പ്രവർത്തകരെയും ഉൾപ്പെടുത്തി ബാങ്കിന് മുന്നിലേക്ക് CPIM കോട്ടോപ്പാടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതായും സമരം CPIM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. മറ്റ് ഏരിയ നേതാക്കൾ മാർച്ചിൽ പങ്കെടുക്കും. സമരത്തിന്റെ പ്രചരണാർത്ഥം കോട്ടോപ്പാടം പഞ്ചായത്തിലുടനീളം 14-15 തീയതികളിൽ പ്രചരണ ജാഥ നടത്താനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് CPIM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK രാജൻ മാസ്റ്റർ, TR സെബാസ്റ്റ്യൻ, M വിനോദ് കുമാർ, M മനോജ്, P പങ്കജവല്ലി എന്നിവർ പറഞ്ഞു.